എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്വിസ് ഇന്ന് വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? മഹാത്മാഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. നെക്സ്റ്റ്, ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന എഴുതിയതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത്. സാരേ ജഹാം സ അച്ഛാ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സ അച്ഛാ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്നാണ്? ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. 1930 മാർച്ച് 12-നാണ്. ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആര്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857-ലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കേട്ടോ. ഈ വർഷം തീയതിയൊക്കെ ചോദിച്ചാൽ മെയ് 10-നാണ് കേട്ടോ പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ഹസ്രത്ത് മഹലാണ്. ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷമാണ് 1885 ഡിസംബർ 28-നാണ് കേട്ടോ. INC രൂപീകരിച്ചത് 1885. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. മീററ്റിൽ പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം 1885
57-ലാണ് അത് നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഉത്തരം മംഗൾ പാണ്ഡെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ് കേട്ടോ. ഖുദിറാം ബോസ് 18 വയസ്സായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ 18 വയസ്സായിരുന്നു രക്തസാക്ഷിയാകുമ്പോൾ. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം ഏതാണ്? 1924. 1924. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. 1917-ലാണ് കേട്ടോ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അത് ബീഹാറാണ്. സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ ഇവിടെ 3 ചോദ്യമായി. ഇന്ത്യക്ക് മാത്രമല്ല മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാണ്? ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ് BR അംബേദ്കർ. BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. 1857-ലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. VD സവർക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഉത്തരം 52 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിനു മുമ്പ് തുടർച്ചയായി കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൂടുതൽ കാലം തുടർച്ചയായി വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം എല്ലാവരും നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. കാരണം ഇത് നമുക്ക് സോഷ്യലിൻ്റെയൊക്കെ ക്വസ്റ്റ്യനും ബാധകമാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇദ്ദേഹം തന്നെയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവ്. ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം 1924 നടന്ന
വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ ആദ്യമായി അയിത്തത്തിനെതിരെ നടന്ന സംഘടിത സമരം. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അത് തത്വബോധിനിയിലാണ് കേട്ടോ.